നൊമ്പരം കഥനങ്ങളിൽ ജീവനും കഥയല്ലിത് ജീവിതം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. എന്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോ എന്നോട് പറഞ്ഞു ഇത് കേസ് തീർത്തിട്ട് വന്നാ മതി പറഞ്ഞു. പിന്നെ എന്താ കേസ് തീർത്തിട്ട് പിന്നെ കേസ് അവര് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അത് പിന്നെ അവര് കേസാക്കി. കേസ് ഇവളാണ് കൊടുത്തേക്കണത്. ഇവള് കൊടുക്കാതെ കേസാവില്ലല്ലോ. പീഡന കേസായിട്ട് ഇവളെ വിട്ട് ഇവര് നിർബന്ധിച്ച് അമ്മായിയപ്പനും ആങ്ങളമാരും കൊടുത്തു. ഇതിലിപ്പോ പറ്റിപ്പോയിട്ടുള്ള തെറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ആദ്യത്തെ തെറ്റ് തീർച്ച പറയുകയാണെങ്കിലും രജി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു, അമ്മ തന്നെയാണ്. ആദ്യത്തെ ഒരു തെറ്റ് കുട്ടിയുടെ കയ്യിൽ കണ്ട് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് അച്ഛനുമായിട്ട് സംസാരിച്ച്, ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ച്, അടിച്ചുകൊണ്ടല്ല ഒരു കുട്ടിയുടെ തെറ്റ് മാറ്റിയെടുക്കേണ്ടത്. അത് വേണ്ട വിധത്തിൽ ആ ഒറ്റ തെറ്റോടുകൂടി അത് നിർത്തിയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം പക്ഷേ ഷൈമോള് എന്തുകൊണ്ടോ, കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണോ എന്തുകൊണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ അല്ല. പലതും ആ കുട്ടിക്ക് മുമ്പോട്ട് നമ്മൾ സാധാരണ ഒരു അമ്മയോ ഒരു സ്ത്രീയോ ചിന്തിക്കുന്ന പോലെ മുമ്പോട്ട് ചിന്തിക്കാൻ ആ കുട്ടിക്കുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ആ കുട്ടിക്ക് അത് പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഷൈമോള് ശരിക്ക് ഒരു നല്ല ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ട് ഉള്ള ഒരു ചികിത്സ എന്ന് ഞാൻ പറയില്ല, കൗൺസിലിങ്ങോ വാട്ട് എവർ ഇറ്റ് ഇസ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യം. അതെ, മെഡിക്കൽ ഡോക്ടർ തീരുമാനിക്കണം അവർക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇതാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ രജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ തന്നെ, ഇത് ആൺകുട്ടികളാണ് രജി. ആൺകുട്ടികൾക്ക് എപ്പോഴും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അച്ഛനോട് വെറുപ്പേ വരുള്ളൂ. അവരെ നല്ല നിലയ്ക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സിനെ പോലെയാണെന്ന്. ഫ്രണ്ട്സിനെ പോലെയാണെങ്കിൽ പിന്നെ എന്തിനും നിങ്ങൾ കെട്ടിയിട്ട് തല്ലി? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കെട്ടിയിട്ട് തല്ലിയാണോ വേണ്ടത്? ഇനി ശാരീരികമായിട്ട് അവരെ ഉപദ്രവിക്കരുത്. കുട്ടികൾക്ക് വാശി കൂടുകയുള്ളൂ. ശാരീരികമായിട്ട് ചെറുതിലേ തല്ലിയിരുന്നുള്ളൂ. തല്ലിയിട്ട് കാര്യമില്ല. ഇപ്പോ ഞാൻ ഒരു കാര്യം വേണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോയി കണ്ടിട്ടില്ലേ, പണ്ട് പഴയ കാലങ്ങളിൽ പിന്നെ ക്ലാസ് ലീഡറിന്റെ ജോലി എന്താണ്? നല്ല ചൂരൽ കൊണ്ടുവരികയാണ്. ഇന്ന് ചൂരൽ മേശപ്പുറത്ത് വെക്കാൻ പാടില്ല എന്നാണ് നിയമം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കുട്ടികളെ തല്ലി വളർത്തുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അടിക്കാതെ ബാക്കിയുള്ള, അതുകൊണ്ടാണ് സ്കൂളിലൊന്നും കെയിൻ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ നിങ്ങളും കുട്ടികളെ കെട്ടിയിട്ട് തല്ലിയത് കൊണ്ട് അവർ തിരുത്തപ്പെടില്ല. അവർ കൂടുതൽ മാറിയില്ലല്ലോ. 10 വർഷം മുമ്പാണ് തല്ലിയത്. അപ്പൊ ഇനി വലിയ അല്ല, ഒരച്ഛൻ ഇല്ലെങ്കിൽ ഒരു അമ്മ കുട്ടികളെ ശിക്ഷിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടി തന്നെയാണ്. അതിലാർക്കും അതിന് വലുതായിട്ടല്ല, അവർ ചെറുപ്പത്തിൽ നമുക്ക് തല്ലി വളർത്താൻ പറ്റും വിചാരിച്ചു. ഇനി അവരെ ലോകത്തിൽ അവർ നന്നാവുമെങ്കിൽ നന്നാവുള്ളൂ. അത് ഇവിടുന്ന് എനിക്ക് അതിനുള്ള ഒരു വ്യവസ്ഥ കുട്ടികളായാലും വലിയവരായാലും ആരായാലും ശരി തല്ലി വളർത്താൻ പറ്റില്ല. ആ കുട്ടികളെ ഞാൻ പറയണത് കേൾക്കട്ടോളൂ. എങ്ങനെ ഒരമ്മ കുട്ടികളെ വളർത്താൻ പാടില്ലയോ അതുപോലെയാണ് ആ അമ്മ വളർത്തിയതാ കുട്ടികൾ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് തന്നെയാണ് നിങ്ങളും ചെയ്തത്. മാഡം, അവരെ ഈ കുറ്റം ചെയ്തില്ലെങ്കിൽ കുറ്റമല്ല, നിങ്ങൾ അത് പറയുന്നത് തന്നെ തെറ്റാ. നിങ്ങളെക്കാളും സ്നേഹം ആ കുട്ടികളോട് ഒരുപക്ഷെ എനിക്കിപ്പോ തോന്നുന്നു നാട്ടുകാർക്കാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ആ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ വല്ല ജുവനൈൽ ഹോമിലായിരിക്കും. രജി, നിങ്ങൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അതിനെക്കുറിച്ച് മറ്റുള്ളവരെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമ്പോഴോ ഉണ്ടാവുന്ന വികാരം ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ ആരുടെ മക്കൾ എന്ത് സംഭവിച്ചു, എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ പറയരുത്. ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മക്കൾ അങ്ങനെ ഒരിക്കലും ഒരു കുഴപ്പം അതാണ് ചില വാക്കുകള് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ കറക്റ്റാണ്.
പക്ഷെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അപ്പൊ അങ്ങനെ നിങ്ങളുടെ എന്റെ മക്കൾ വികാരം ചെയ്യാൻ പാടില്ല, മറ്റുള്ള മക്കൾ ചെയ്യാൻ പാടോ? 100% നിങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ഈ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെങ്ങനെ നമ്മൾ നല്ല വഴിക്ക് കൊണ്ടുവരാനുള്ള നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നാലേ ആ കുട്ടികൾ നല്ലതായി. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ വിഷമമുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിന് ആ കുട്ടികളെക്കുറിച്ചുള്ള മൊത്തം വിവരവും ആ ഡോക്ടറിന് മനസ്സിലാവുമ്പോൾ മാത്രമേ ആ ഡോക്ടർക്ക് നിങ്ങൾക്ക് വേണ്ട വഴി കാണിച്ചു തരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കുട്ടികൾ അതിന് ശേഷം ഡോക്ടർ പറയും എനിക്ക് ആ കുട്ടികളെ കാണണം എന്ന്, അപ്പോൾ കൊണ്ടുപോവുക. പക്ഷെ ആദ്യം നിങ്ങൾ പോകണം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ശരിക്കുള്ള നല്ല ഒരു ഇതാണ്. ആ കുട്ടിക്ക് നിങ്ങൾക്കറിയോ അറിയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ ഈ കുട്ടി അനാഥാശ്രമത്തിലോ എവിടെയാണെന്ന് വളർന്നു വെച്ചാൽ വളർന്ന ചുറ്റുപാടിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക എഫക്റ്റ് ആ കുട്ടിയിലുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും നിങ്ങളുടെ കുട്ടികളിലും ഒക്കെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വേണം. ഒരു എന്താ പറയുക അതെങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഡോക്ടർമാർ തീരുമാനിക്കണം. അതിനും ഒരു നല്ല ഡോക്ടറെ കാണണം. ഈ രണ്ടും 2 ഡോക്ടർമാരാണ്. ഒന്ന് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം, ഇനി ഒന്ന് സ്ത്രീ നല്ല ഇങ്ങനത്തെ സൈക്കാട്രിക്കോ ലെബോറട്ടറിസ് അതിനുള്ള അറിവുള്ളവരായിരിക്കണം. രണ്ട് ഡോക്ടർമാരെയാണ് ഞാൻ പറയുന്നത്. വെറും കൗൺസിലിംഗ് ആയതുകൊണ്ട് കാര്യമില്ല. ഇതിന് വിദഗ്ധമായിട്ടുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലും അവർ ഈ ഒരു ബന്ധത്തിന് പേരിൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കൂ, അവിടെ വന്ന് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കുട്ടികളെ തല്ലിയിട്ടുണ്ടോ? തല്ലിയിടുന്നില്ല, അവരവിടെ തന്നെ പോയിരുന്ന് പഠിക്കലുണ്ട്, ഭക്ഷണം അത് നിങ്ങളെ പേടിച്ചാന്നാണ് കുട്ടികൾ പറയുന്നത്. അല്ല, അത് ശരിയാ, അതെന്തോന്നാവട്ടെ. പക്ഷേ ഈ ബന്ധവും അത് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊന്നും പറയാനില്ല. പക്ഷെ ശരിയല്ല എന്ന് ഞങ്ങൾക്ക് പറയാം. ശരിയാണ്, ആയിക്കോട്ടെ മാഡം. ഈ പ്രശ്നം ഇവളുടെ അപ്പൻ ഇപ്പൊ കള്ളക്കേസ് കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. സ്വന്തം അമ്മയെക്കാളും സ്നേഹം അവരെടുത്ത് തന്നെയാണ്. എല്ലാം പോലും വരില്ല, ഈ വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവളുടെ അച്ഛൻ കള്ളക്കേസ് എപ്പോഴും ഇനി കൊടുക്കാൻ പാടില്ല. ഇവിടുന്ന് കോംപ്രമൈസ് ആയിട്ട് ഇവളുടെ അച്ഛൻ എപ്പോഴും മാസത്തിൽ കള്ളക്കേസ് കൊടുക്കും. ഈ കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ജോസഫ് എന്നാണ് പേര്, അയാളുടെ ശരിക്കുള്ള പേര്. എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കാം. ജോസഫ്, വരൂ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ 23 കൊല്ലം കഴിഞ്ഞ് 24ാമത്തെ കൊല്ലം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എൻ്റെ ഓർമ്മ എങ്ങനെയാണ്? ഓർമ്മയല്ല, അതാണ് രണ്ടുപേരും അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 24 കൊല്ലത്തിലെ അവസാനത്തെ 3-4 കൊല്ലമായിട്ട് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതിൽ ഒരു പരിധി വരെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് ഇദ്ദേഹം പറയണത്. നോക്കൂ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇയാളോട് വന്ന് പൈസ ചോദിക്കും. ആ പൈസ അയാൾ തന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കൊണ്ടുപോയി ഒരുപാട് കേസുകൾ കൊടുക്കുന്നു. ഗാർഹിക പീഡന കേസ് അല്ലേ? അതല്ലേ കൊടുക്കണത്? എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? അതൊരു 10-13 കാണും. 13 കാണും. കാരണം എന്താണെന്നറിയോ? ഞാൻ പറയാനേ, എനിക്ക് സമയം തരികയാണെങ്കിൽ ഈ ബഹുമാനപ്പെട്ട കോടതി കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ ബന്ധക്കോസ് സഭയിലായിരുന്നു. ബന്ധക്കോസ് സഭയിൽ നിന്ന് ആചാരപ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്തതിന് ഇവരുടെ അട്ടപ്പാടിയിലാണ് ഇവരുടെ വീട്. അവിടേക്ക് കല്യാണം കഴിച്ചു അവിടെ ആയിരുന്ന സമയത്ത് അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ട്, അമ്മ കുറ്റം പറച്ചിൽ, അമ്മായിയമ്മ കുറ്റം പറച്ചിൽ, അച്ഛന് വേറെ സ്വഭാവ ദൂഷ്യം. ഇതൊന്നും അത് പറയില്ല. അതിന് തല്ലി ആ പാകാക്കിയിട്ടിരിക്കുക. ചുമരെ പിടിച്ചിട്ട് കുത്തും. നാട്ടുകാർക്ക് മുഴുവനും അറിയാം അവിടെ മനുഷ്യ. ഞങ്ങൾ ചെന്നാൽ ഞങ്ങളെ തെറി, ഫോണിൽ കൂടെ തെറി. ഇങ്ങനെ മടുത്തിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പേരിൽ ആധാരം മാറ്റി വെച്ചാൽ അങ്ങനെ കേസ് കൊടുക്കണം. തക്കതായ കാരണമുണ്ട്. ഞാൻ 3 വയസ്സുള്ള പാലക്കാട് ജില്ലയിൽ ചെന്നാൽ എറണാകുളത്ത്, എനിക്ക് 3 വയസ്സുള്ള അവിടെ ചെല്ലുമ്പോൾ ഈ 3 വർഷമായിട്ട് ഞാനാരുടെയും കക്കാനോ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഞങ്ങൾ വളരെ ലോകത്തിലായിരുന്നു. ഒരു സ്ത്രീ അവിടെ വന്ന് കൂട്ടത്തിൽ കൂടി അന്ന് മുതലാണ് ഈ പ്രശ്നം ഉണ്ടായത്.
ഇതിനു മുമ്പ് ഒരു പ്രശ്നമൊന്നുമില്ല. അവിടുന്ന് റെജി അവിടുന്ന് പോന്ന് പിന്നെ ഞങ്ങളോട് അവർ വന്ന് കടയിട്ട് പിള്ളേരും ഞങ്ങളുടെ കൂടി അവർ ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ആ പൈസ ഒക്കെ ഇവള് ഡെക്കറേഷൻ. ഈ 4 കൊല്ലമായിട്ട് കേസുകളുള്ളൂ? 4 കൊല്ലമായിട്ടല്ല, 19 വർഷമായിട്ട് കേസുകളുടെ ഫോട്ടോസ്റ്റാറ്റ് കേസ് ഇവർ പീഡന കേസ് കൊടുത്തത് 19 വർഷമായിട്ട് ആണ്. പീഡന കേസ് കൊടുത്താന്നറിയോ? ഇവരെ ഈ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി, ഇവിടുത്തെ അവിടെ ഇരിക്കുന്നു, അത് ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇതാ നിങ്ങളുടെ മകളെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ 2 കൊല്ലം മുമ്പ്, അതായത് ഞങ്ങൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് 1914 ലാസ്റ്റ് 11-ാം മാസം. അതന്നെ മനസ്സിലായി, അതാണ് പീഡന കേസ് പറയുന്നത്. അപ്പോൾ 11-ാം മാസമാണ് 11-14 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് അല്ല മിസ്റ്റർ ജോസഫ്, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ചോദിക്കാൻ എനിക്ക് തോന്നുന്നത്, ഈ ഗാർഹിക പീഡന കേസ് നിങ്ങളുടെ മകള് കുറേ തല്ലുകൊണ്ടു, കുറേ ഇതായി, സഹിക്കാൻ വയ്യ, നിങ്ങളിത് പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങളുടെ മകള് കേസ് കൊടുത്തില്ല? മകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മകളെ കൊണ്ട് കൊടുപ്പിച്ചതാണോ? മകൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നു. വീട്ടിൽ വന്ന് നിന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അവളോട് ചോദിച്ചു എന്താ വേണ്ടത്. പക്ഷേ ഈ 19 കൊല്ലമായിട്ടും കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4-5 വർഷമായിട്ടല്ല, അതിനു മുമ്പും നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ രാത്രി എന്റെ ഭാര്യയെ പിടിച്ച് പറയുന്ന ഭാഷ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ അമ്മാവി ഭാഷ അതിനൊക്കെ ഇവരാണ് ഇത്രയും കേസ് 13 കേസ് കൊടുത്തത്. ഇവരാണ് 13. അത് ഇന്നും ചെയ്യുന്നതെന്നറിയോ? 10, 12, 13 കേസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനേ ഇത്രയും പ്രായമുള്ള ആളാ. ഞാൻ പറയുന്നത് അതിന് കാരണം ഉണ്ടായിട്ടാണ്. അഭിമാനമായിട്ട് കോടതിയെ ശ്രദ്ധിക്കണം. ഒരു കാരണവും കൊടുക്കില്ല. എനിക്ക് അത്രയും വേദനയുണ്ട്. 13 ഞാൻ അവിടെ കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ 11 എന്റെ ഓർമ്മ വരെ 7 എത്ര ആയാലും ഈ കേസുകൾ മുഴുവനും ഈ കേസ് കൊടുത്തിരിക്കുന്ന ഒന്ന് ഇവിടെ ആധാരം കൊടുക്കുന്നില്ല. ആധാരം ഉണ്ടായിരുന്നു കൊടുക്കുന്നില്ല. അതിന് കൊടുത്തു ആധാരം സ്ഥലത്തിന് ഞാൻ 6 വർഷം മുമ്പ് വാങ്ങിക്കൊടുത്ത ഇയാൾ വാങ്ങിക്കൊടുത്ത ഇയാളെ മക്കളെ അല്ലാതെ മന്ദിരത്തിൽ വളർത്തിയ പോലെ കള്ളനെ വെറും കള്ളത്തറ ഞങ്ങൾ സ്ഥലം ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യയും വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങളന്ന് 4000-2000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഇവിടെ ഇത് കേൾക്കട്ടെ. ഒരാൾ നിർത്തട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ പറയാം, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ അദ്ദേഹം രജു പറയട്ടെ. രജി ഒരു മിനിറ്റ്. എത്ര കേസ് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ മകൾക്ക് ഭർത്താവിന്റെ കൂടെ പോയി ജീവിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും അടിയും തൊഴിയും ഉള്ള ഒരു പെണ്ണ് എന്തിന് ഭർത്താവിന്റെ കൂടെ പോകണം? വേറെ ആശ്രയമില്ല. എന്റെ ആങ്ങളമാര് നോക്കാൻ പെണ്ണുങ്ങൾ അമ്മയ്ക്കിന്റെ വീട്ടിൽ വന്ന് നിൽക്കാന്. എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. നിങ്ങളല്ലേ ആ കുട്ടീനെ നോക്കണത്? നിങ്ങളാണ്. അല്ലല്ല, അവര് സ്വന്തമായിട്ട് പണിയെടുക്കാൻ ജീവിക്കണേ. ആ പിള്ളേരെ വിളിച്ചു ചോദിക്കേ, സിസ്റ്റർ ചോദിക്കേ. ഞങ്ങള് പിള്ളേരെ വിളിച്ചു ചോദിച്ചു, സംസാരിച്ചും കഴിഞ്ഞു. അപ്പൊ എനിക്കിതിൽ യാതൊരു ബന്ധമില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഇതിൽ എന്തെങ്കിലും കൊലപാതകം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കോടതി ഉത്തരവാദിത്വം മറിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ അവകാശം തന്നതുപോലെ തന്നെ അയാൾക്ക് സംസാരിക്കാനുള്ള അവകാശവും ഉണ്ട്. പറയൂ. ഈ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവിടുന്ന് റെജു അവിടുന്ന് പിണങ്ങി വന്നു. അന്ന് അവിടെ ഗർഭിണിയാണ്. അപ്പോൾ ഞങ്ങൾ അന്നൊരു വാടകക്കെട്ട് അവിടെ കൊടുത്ത് അവർ താമസിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് കുറച്ച് പൈസ മുടക്കിയിട്ട് ഇവളുടെ പേരിലും റെജിയുടെ പേരിലും ഞങ്ങൾ വീട് മേടിച്ചു കൊടുത്തു. അതിന് ആധാരം ആ സ്ഥലം എന്ത് ചെയ്തെന്ന് അറിയോ? ഇവളെ കൊണ്ട് അവളുടെ അമ്മയുടെ പേരിലാക്കി ഇവളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ഇപ്പോൾ ആ സ്ത്രീ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ വാങ്ങിക്കൊടുത്താ. ഇതാ ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ട്, ഞാൻ അതിന് അടിയാധാരം എടുത്തുകൊണ്ട് തരാം. നോണ പറയല്ല. എന്നെ ഇവളുടെ പേരിലും ഈ റെജിയുടെ പേരിലും എഴുതി കൊടുത്ത ആധാരം അമ്മയുടെ പേരിലാക്കി. ഒരു വണ്ടി പിടിച്ചു. ആ വണ്ടി പിടിച്ചപ്പം സ്ഥലം പോകുന്നു പറഞ്ഞ് കേസ് ഈ ആധാരം ഇവിടെ പറഞ്ഞ് ആ സ്ഥലം കൊടുത്തു. നിങ്ങളുടെ മകള് പറഞ്ഞത് അങ്ങനെയല്ല. ചോദിച്ചു നോക്കാം. അല്ലെന്ന് പറഞ്ഞാൽ അവള് പേടിച്ചിട്ട് പറയില്ല. അപ്പൊ എന്തിനും ഒപ്പം പോകണം എന്നുള്ള വിഷമത്തിലാണ്. പേടിച്ചില്ല. അപ്പൊ അതിൽ ഒപ്പം പോകണ്ടെന്നുള്ളത് നിങ്ങൾക്കാണ്. എനിക്ക് പറയാനുണ്ട്. പ്രധാനപ്പെട്ട കോടതി ഉത്തരവാദിത്വം ഏറ്റെടുത്തോ. ഞാൻ ഒന്നിനും വരുന്നില്ല. കേസ് കൊടുത്ത തക്കതായ കാരണമുണ്ട്. ഇത്രയും പ്രായമുള്ള ഞാൻ ചുമ്മാ കോടതി തേടി ഇറങ്ങുമൊന്നുമില്ല. ഞാനൊരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറുമാണ്. എനിക്കങ്ങനെ തോന്നിയോടൊന്നും പറയാൻ പറ്റില്ല. അത്ര വിഷമമുണ്ട്. എന്നെ പൂരം തേടിയ പറയണേ. എന്റെ ഭാര്യനെ ഫോണിൽ കൂടെ വിളിച്ചാല് രാത്രി ഫോൺ എടുക്കുന്നില്ല. കേസ് കൊടുക്കാതെ എങ്ങനെ ഇരിക്കും? ഞങ്ങളുടെ വേദനയൊന്നും അറിയില്ല.
സങ്കടമുണ്ട് ഈ പ്രായത്തിൽ. ഞാൻ 3 വയസ്സ് വന്നപ്പോൾ ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ നാട്ടിൽ. ജോസഫ്, നിങ്ങളാണോ ഞാൻ എനിക്ക് ഇവരെ കുടുംബ പ്രശ്നം ഇവർ യോജിക്കോ പോകുന്നതിന് യാതൊരു വിരോധമില്ല. ഞങ്ങൾക്കൊരു വിരോധം, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഉത്തരവാദിത്തം മുഴുവനും കോടതി ഏറ്റെടുത്തോളണം. ഈ കാണുന്നൊന്നല്ല ആള്, ഈ ഇരിക്കുന്നതെന്നല്ല ആള് 16 റജിയ. ബഹുമാനപ്പെട്ട കോടതി അറിയണം, ഞാൻ ചുമ്മാ ഒരു നുണ പറയുന്നല്ല. 16 റജി, ഈ ഇരിക്കുന്ന റജി 16 റജിയാ ഓരോ ചില ഉള്ളിച്ചെന്നാൽ. ഇതിനൊക്കെ ഇട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന് എല്ലാം തോലുമായിട്ടിരുന്ന സാധനം ഇപ്പോഴൊരു ഇത്തിരി പച്ച പിടിച്ചത്. അതൊക്കെ എങ്ങനെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോയാൽ എനിക്ക് വിശ്വാസമില്ല, എനിക്കൊരു വിവരമില്ല. അല്ല, അവർക്ക് ഈ ഭർത്താവിന്റെ കൂടെ പോകണമെന്ന് പോയിക്കോട്ടെ. എന്തെങ്കിലും സംഭവിച്ചാൽ കോടതിയോട് എനിക്ക് കോടതി മറുപടി വന്നേക്കണം. ഈ റജി പറഞ്ഞില്ലേ ഞങ്ങൾ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റജി കള്ളക്കേസ് കൊടുത്തു എൻ്റെ മകൻ്റെ പേരിൽ ശ്രീധരൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അന്ന് കഴിവുള്ള ഞങ്ങൾ ഒരു 80,000 രൂപ കൊടുത്ത് 20,000 രൂപയുടെ പാത്രം കൊടുത്ത് അന്ന് കെട്ടിച്ചത് അന്നത്തെ കാലത്ത്. ആ ശ്രീധരൻ റജിക്ക് കൊടുത്തിട്ടില്ല. റജിയുടെ അപ്പനയില്ല പൈസ. ഞങ്ങൾ പറഞ്ഞ പൈസ തിരിച്ചു പറയാം. ഞങ്ങളെ കല്യാണത്തിൽ പെണ്ണുങ്ങളുടെ കാശ് മേടിച്ച് ചെലവാക്കുന്നത്. ഒരു മിനിറ്റ്, പെണ്ണുങ്ങളുടെ കാശ് മേടിച്ച് കല്യാണത്തിൽ പള്ളിയിലെ ആൾക്കാരൊക്കെ അറിയാം എന്ത് കൊടുത്തിട്ടുണ്ട് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ദൈവത്തിന് ഞങ്ങൾക്ക് അറിയാവുന്നുള്ളൂ. വായ പൊളിച്ചാല് അവള് പറയും എന്റെ പപ്പയും അമ്മയോട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ വാർഡ് ശരിയാവില്ല, അവരോട് ചോദിച്ചാൽ അറിയാം. അവർക്ക് പോണേ പോയിക്കോ, ഞാനില്ല. കോടതി തന്നെ മുഴുവൻ എന്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. സാറേ എന്റെ അടുത്ത് ഒരു മിനിറ്റ് രജി. ജോസഫ്, എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ പോണമെന്നുണ്ട്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഭർത്താവിന്റെ കൂടെ പോണമെന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഇത്രയും അടിയും തൊഴിയും അടിയും തീയും എല്ലാം കഴിഞ്ഞ് സഹിക്കാൻ വയ്യാത്ത ഒരു പെണ്ണിന് എന്തിന് ഭർത്താവിന്റെ കൂടെ പോകാൻ തോന്നണം? ആശ്രയമുള്ളത് നിങ്ങളല്ലേ ഇപ്പൊ ഭയങ്കര വലിയ ആശ്രയമായിട്ട് നിൽക്കണത്. നിങ്ങളല്ലേ 10,000 കേസ് നിങ്ങളുടെ മരുമകന്റെ നേരെ കൊടുത്തിട്ട് ആ കുട്ടീനെ നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് ആ കുട്ടി പോണെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ ഉത്തരവാദിത്തം, ഞങ്ങൾ ഉത്തരവാദിത്തം. ഞാനും പറഞ്ഞുതരാം. പാലക്കാട് DSPക്ക് എന്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തി. ആയിക്കോട്ടെ, എത്ര കേസായി? എത്ര കേസ് വേണമെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളുടെ മകൾക്ക് ഭർത്താവിന്റെ കൂടെ പോയി ജീവിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും അടിയും തൊഴിയും ഉള്ള ഒരു പെണ്ണ് എന്തിന് ഭർത്താവിന്റെ കൂടെ പോകണം? വേറെ ആശ്രയമില്ല. എന്റെ ആങ്ങളമാര് നോക്കാൻ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല വീട്ടിൽ വന്നേക്കാന്. എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. നിങ്ങളല്ലേ ആ കുട്ടീനെ നോക്കണത്, നിങ്ങളാണ്. അല്ലല്ല, അവര് സ്വന്തമായിട്ട് പണിയെടുക്കാൻ ജീവിക്കണേ. ആ പിള്ളേരെ വിളിച്ചു ചോദിക്കേ, സിസ്റ്റർ ചോദിക്കേ. ഞങ്ങള് പിള്ളേരെ വിളിച്ചു ചോദിച്ചു, സംസാരിച്ചും കഴിഞ്ഞു. അപ്പൊ എനിക്കിതിന് യാതൊരു ബന്ധമില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഇതിൽ എന്തെങ്കിലും കൊലപാതകം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കോടതി ഉത്തരവാദിത്വം പറഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ മകളെ ഭീഷണിപ്പെടുത്തിയ പിന്നെ മകള് പോയിക്കോട്ടെ, മക്കൊരു കുഴപ്പമില്ല. അവിടെ പോകാൻ തയ്യാറാണ്. അവിടെ പോയിക്കോട്ടെ, മക്കളും പോയിക്കോട്ടെ. റജിയുടെ തന്തയാണ് അവിടെ നിന്ന് പോകുന്നത്. അമ്മ ഇട്ട് കുത്തും. ഞാൻ ഒന്നും ഞങ്ങൾ കോടതി കൊടുത്തും പറയാൻ പോയില്ല. എനിക്ക് പ്രായമായുണ്ട്, എനിക്ക് 72 വയസ്സായി. ഞാൻ ബന്ധക്കോസ് സഭയെ വിശ്വസിക്കുന്നു. ഒരു നുണയും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു. അതിന് പോകണമെന്ന് ആഗ്രഹമൊരു പക്ഷെ ഇതാണ് അവിടെ ചെന്ന സ്ഥിതി. സംഗതി ഇങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. ഒരു പെണ്ണിന് പോണെന്ന് തോന്നുന്നു. അല്ല, ഇവർക്ക് വേറെ വീടുണ്ട്, പോയി താമസിച്ചോട്ടെ. ഇവർക്ക് 4-5 വീടുണ്ട്. ഇയാള് വാങ്ങിയ വീടല്ലോ, ഞാൻ കൊടുത്ത സ്ഥലത്തിന് ഞാൻ വാങ്ങി കൊടുത്ത വീടാണ് അവളുടെ പേരിലുള്ളത്. എന്റെ ഇത് ഞാൻ പിള്ളേരെ ഇവിടെ രാത്രി മക്കളും കൂടെ ആ പിള്ളേരെ വിളിച്ചു കൊണ്ടുവന്നോട് ചോദിപ്പിക്കുക. അവര് രാത്രിയും പകലും ഡെക്കറേഷൻ പണിക്ക് പോയിട്ട് ഒരു പൈസ എന്റെ മക്കളെ സഹായിക്കാൻ എനിക്ക് അതിന് കുഴപ്പമില്ല. അവരെ മക്കളെ കൊണ്ടുപോകണേന് ഞാനെന്ത് ചെയ്യണത്? എന്റെ മക്കളെ അനാഥ വന്നിട്ടല്ല എനിക്ക് അവിടെ കൊണ്ടുപോകാൻ എനിക്ക് അതിനൊരു ഉത്തരവാദിത്തമില്ല. എന്ത് ചെയ്താലും ഞാൻ ഇവരെ അവിടെ ആട്ടി ഇറക്കി വിട്ടിട്ട് അവർ സ്വന്തം വന്നതാ.